നിന്റെ ഉപ്പ വിളിച്ചിരുന്നോ? അനിയത്തിയെ എത്തിങ്ങാനാലാക്കിയോ? ഇന്നലെ കൊണ്ടാക്കി. ആ കുട്ടി ആ വീട്ടുണ്ടെന്ന് കരുതി നിന്റെ വാപ്പാക്കെന്താ അത്ര പ്രയാസം? അവള് മാത്രമല്ല, എൻ്റെ ഉപ്പാക്ക് ഞാനും വലിയ പ്രയാസമായിരുന്നല്ലോ. തുടങ്ങി. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഇങ്ങനെ കരയാണെങ്കിൽ ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല. അതല്ല നാസർക്ക, നിങ്ങൾ ചോദിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല എനിക്ക് സങ്കടം വന്നത്. പിന്നെ ഇവിടുന്ന് പരിചയപ്പെട്ട നിങ്ങളെങ്കിലും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഹലോ, ഐവ മാമ. സെയിൻ എന്തൊക്കെ വേണ്ടെന്നാ പറഞ്ഞ? കുബൂസ് ലബാൻ, സോസേജ്, പെപ്സി, അറീസ്, ലേസ്. ആ പണി നമ്മക്ക് ശരിയാവൂല. അല്ല, വേറെ ഒന്ന് നോക്കിക്കണ്. ആ മാമല് വെള്ളം ഉണ്ടല്ലോ. ആരാ നവാസേ? അത് നമ്മുടെ അക്കരപ്പച്ചേ. അവിടെ ഇനി എ സിക്ക് ഒച്ച കുറഞ്ഞതാവും പ്രശ്നം. ഏതായാലും കഴിഞ്ഞില്ല, മൂട്ടക്ക് മരുന്നടിച്ച വെറുതെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മോനെ എണീറ്റോ? ഫോണിന്റെ ബെല്ലടി കേട്ടാ ഞാൻ എണീറ്റ. ഉമ്മ വിഷമിക്കണ്ട, എനിക്കിവിടെ സഹായത്തിന് കൂട്ടുകാരൊക്കെ ഉണ്ട്. ആ, ആരാ? ഉമ്മയാ? ഇവിടെ സുരേഷ് ഉണ്ട്, ഞാൻ കൊടുക്ക. ഹലോ, ഉമ്മയാണോ? ആ, ഉമ്മ എന്തിനാ വിഷമിക്കണേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആ, വെറുതെ കാശ് കളയണ്ട, ഞാൻ കൊടുക്കാം. സലീൻ എന്തേ ഉമ്മ? കുട്ടികള് സ്കൂളിൽ പോയോ? ഇല്ല, ഞാൻ അവൾക്ക് കൊടുക്കാം. എന്നാ കൊടുക്കി. എന്താ കുട്ടികള് നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണൊക്കെ? ആ, അവരിവിടെ ഉണ്ട്. അവര് നിങ്ങളെ പോലെ ചിത്രം വരയ്ക്കുന്നതാ ഇഷ്ടം. എന്നാ ശരിക്കാ, പിന്നെ വിളിക്കണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാനോ, അക്കരപ്പച്ച വന്ന് കണ്ടില്ലേ? അവൻ വന്ന് ഞാൻ കണ്ടു. നാപ്പത്തിരണ്ട് സൈസ് ആണല്ലോ ബാപ്പു. ഞാൻ തേച്ചു ഷർട്ടാ, അതിട്ട് പോലെട്ടോ. അവന് കിട്ടുന്ന കാശ് ടാക്സിക്ക് തന്നെ തികണില്ല. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇവിടുത്തെ സ്വഭാവമൊക്കെ ഒന്ന് പഠിക്കട്ടെ. 4 വർഷമായിട്ടും സ്വഭാവമൊന്നും പഠിച്ചില്ലേ? 2 ദിവസം കൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലേ നമ്മളെ ബാഗ് ഇവിടെ ഉണ്ട്. വാച്ച് ഞാനേ പോയിട്ടുണ്ട്, വരാം. ലുലു സൂപ്പർ മാർക്കറ്റിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെ ക്യാഷ് കൗണ്ടർ തന്നെ കിട്ടും നോക്ക്. എന്നാ പിന്നെ കഴിച്ചിലായി. 4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാലോ.
ആ കുട്ടേട്ടാ, രാവിലെ എന്തോ അനൗൺസ്മെന്റ് കേട്ട്. അത് നമ്മളെ മദ്യപാനത്തെ കുറിച്ച് വൈകിട്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചാ. അതെ, താനം കൊട്ടോ. ഞാൻ കടയിക്കാം. എന്നാ ശരി. ആ ഇതാര് കുട്ടേട്ടനോ? വര് കേറിയിരിക്കേ. ഇല്ല, കേറുന്നില്ല. നാസർ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നിങ്ങൾ നോക്കിയിരുന്നോ? വിലക്ക് അന്വേഷിച്ചു. ഞാൻ പോയി വാങ്ങണോ അതോ നിങ്ങളും കുട്ടികളും പോയി വാങ്ങണോ? ഞാൻ പിന്നെ മാറ്റി ഇറങ്ങില്ല, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. എന്നാ ക്ഷമയാണ് പറഞ്ഞു വിടും. ഞാനിപ്പനെയും പറഞ്ഞേക്കാം. എന്നാ ശരി. പ്രിയമുള്ളവരെ, മദ്യാസക്തിയിൽ അടിമപ്പെട്ട് നിങ്ങളുടെ സമ്പത്തും ആരോഗ്യം നഷ്ടപ്പെടുത്തി കുടുംബ പശ്ചാത്തലം തകിടം മറിച്ച് സമൂഹത്തിൽ നിന്ദിതനായി കാഴ്ചക്കാർക്ക് മുമ്പിൽ പരിഹാസപാത്രമായി ഒടുവിൽ മദ്യപാന രോഗിയായി മാറിയിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനമേകുവാൻ പ്രവർത്തിച്ചു വരുന്ന ആൽക്കഹോളിക് അനോണിമസിന്റെ ഉദ്ബോധന ക്ലാസ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് വാണിയമ്പലം UP സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മദ്യപാന രോഗത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന ഏവരെയും ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മദ്യമകറ്റാം വിദ്യ പകർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മദ്യത്തിൽ നിന്നും മോചനം നേടിയവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ കേരളത്തിലെ കുടിയന്മാരായ സഹോദരന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. മാത്രമല്ല, വാൾ വെച്ച് കഴിഞ്ഞാൽ കോരിയെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമസ്കാരം കേട്ടോ. എന്നെ കുറിച്ച് ചങ്ങായി എന്നെ പറ്റി ഇത്ര പൊക്കിപ്പറ ഈ നാട്ടിൽ ഞാനെന്താ വലിയ കോടീശ്വരല്ല. ഓക്കെ ഇങ്ങേറ്റ ജോഡിയനാണ് ഞാൻ മടിയനാ ഒറ്റ ഒന്നാണ്ട്. അടച്ചേ കഴിച്ചിലായി. എന്നോടാ നീ കളിക്കണ്ടേട്ടാ. ഇതിനേക്കാളും കുറെ കളി കണ്ടിട്ടുള്ളവനായി ഞാൻ. അതെ, ഞാൻ വലിയ ആളാ, വലിയ പുള്ളിയ, വലിയ കരോട്ടക്കാരനാ ഞാൻ. കരോട്ട പഠിച്ചെന്ന് 12 വർഷം ഞാൻ കരോട്ട മാഷായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്നൊന്ന് അടിച്ചേ. ബ്ലോക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. എന്റെ വീട് കേട്ടോ. പവിത്ര, ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മളെ സ്കൂളിൽ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മറക്കൂല, സത്യം. എന്തിനാ പവിത്ര അങ്ങനെ കള്ളുടിച്ച് നടക്കണേ? കള്ളുടിച്ച് നടക്കില്ലേ ഞാൻ. കള്ളിച്ചാപ്പിൽ നിന്ന് ഓട്ടോസ് വിളിച്ച് ഇവിടെ വരാൻ 30 രൂപയാവും. അതുകൊണ്ട് കള്ളുടിച്ച് നടന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറക്കാതെ 5 മണിക്ക് ക്ലാസ്സിൽ വരണം, മനസ്സിലായോ? എക്സ്ക്യൂസ് മീ, 9 rupees. എന്തിനാ എനിക്ക് 9 rupees? എല്ലാരും പറയുന്നത് 10 രൂപ 10 രൂപ എന്ന്. അതൊന്നും ഒരു ലാഭമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മളെ ലാഭം നോക്കാം. ചെല്ല് 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 ചെല്ല്. കോടപ്പഴം പോലൊരു വലൈക്കും അസ്സലാം. ആയി വാ. ശുക്രാൻ. മാഷാഅല്ലാ. എന്തായി, വാങ്ങിയില്ലേ? കുട്ടൻ വിളിച്ചിരുന്നു. കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. കൂടെ ഉപ്പയുണ്ടായിരുന്നു. എവിടെ വെച്ചിരിക്കുന്നത്? ഷമിയുടെ റൂമിലെ. അത് വേണ്ട, അവന്റെ റൂമിൽ വേണ്ട, എല്ലാവരും കാണുന്ന പോലെ ഹാളിൽ വെച്ചാ മതി. മനസ്സിലായി. പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഇന്റർനെറ്റ് കഫേലൊന്നും പോരുതെന്ന് പറയണം. അതൊന്നും അത്ര ശരിയല്ല. പിന്നെ അതിലിനി പൈസ ബാക്കിയുണ്ടെങ്കിലേ ഒരു 500 രൂപ കൊടുക്ക്. അതൊക്കെ ഞാൻ കൊടുത്തിരുന്നു. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. നേരെ എത്രയായി? നീ എവിടെയിരുന്നു? നീ എന്താ മൊബൈൽ ഓഫ് ആക്കിയിരുന്നു? ഇല്ല, എന്തേ? നിന്റെ ഉപ്പ വിളിച്ചിരുന്നു. എന്തിനാണാവോ? ഉപ്പാന്റെ അളിയന്റെ കുട്ടിന്റെ 40. സ്വർണ്ണം എന്തേലും എടുക്കാനാവൂ. അതിന് പണത്തിന് വേണ്ടി ആയിരിക്കും. അതിനാണെങ്കിൽ ഞാൻ വിളിക്കൂല. ഇതുപോലൊരു തന്ത ആർക്കും ഉണ്ടാവൂല. അതൊന്നും സാരല്ല. ഞാൻ ഒരു പെണ്ണാണെങ്കിലും ഓർക്കണ്ടേ? എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. എന്റെ അനിയത്തിനെങ്കിലും നീ കേറ്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്തണം. അതൊന്നും കാര്യമാക്കണ്ടടി. ഫൗസിയ, ക്ഷമിക്കണം. സംസാരത്തിനിടയിൽ ഞാൻ അറിയാതെ എടീന്ന് വിളിച്ചതാ. എപ്പോഴും ഇനി അങ്ങനെ വിളിച്ചാൽ മതി, അതിലൊരു സുഖമുണ്ട്.
മാനോ ഒരു കാര്യം പറയാൻ സാറേ ഈ പെട്ടിയുള്ള സാധനമൊക്കെ എന്തുണ്ട്? എന്നാ ഞാൻ പിന്നെ വരാം. അത് നമ്മുടെ ബാപ്പു ആയിരിക്കും. ആഹാ നല്ല മണം. അല്ലെങ്കിലും ഇന്നെ കാണുന്നത് ഇപ്പൊ എല്ലാവർക്കും വലിയ കുറച്ചിലാണല്ലോ. നീ കടയിൽ വന്ന സമയത്ത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നീ ഒരു പ്ലേറ്റ് എടുത്തിരിക്കും. അല്ലെങ്കിലും നമുക്ക് തിന്നോണ്ട് വർത്താനം പറയല്ലേ. ഇന്നിപ്പോ മട്ടനൊന്നുമില്ല, ചിക്കനേ ഉള്ളൂ. നിനക്ക് പറ്റുമോ? അതിനിപ്പോ ഞമ്മക്ക് ഇന്നതൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഞമ്മള് തിന്നും. അതിന് സ്വഭാവം എന്നല്ല, ആക്രാന്തം എന്നാ പറയാ. ഇന്ന് നാട്ടിൽ നിന്ന് ആലി വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് വരും. നീ എയർപോർട്ടിൽ പോയാളൊന്ന് കൂട്ടിക്കൊണ്ട് വരണം. ബഷീറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് വണ്ടിയായിട്ട് വരാൻ. അല്ലാ, ആല് വരുന്ന നമ്മൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിലേ കുറച്ച് പോത്തിറച്ചി വരട്ടിയെ കൊണ്ടുവരാൻ പറയുന്നു. അല്ല, നമ്മുടെ ജലീലിനെ കണ്ടില്ലല്ലോ. അവന്റെ വിരുന്നിന് പോക്ക് അത്ര നല്ലതിനല്ല. അവന്റെ വിരുന്ന് പോക്കൊക്കെ എനിക്കറിയാം. അവനിപ്പോ ദേഹയിലും സബ്കയിലും കറങ്ങിയെടുക്കായിരിക്കും. എന്നെ മറന്നോ നെഞ്ചകം ഇട്ട് പറന്നോ മറ്റൊരു മണിയാറ തന്നിൽ മാരനോടൊത്ത് കഴിഞ്ഞു. നല്ല പാട്ടല്ലേ? ആ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നല്ല സുഖ. പാട്ടും സിനിമയൊക്കെ കാണാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. അത്രക്ക് ആഗ്രഹമാണെങ്കിൽ ഒഴിവുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് കണ്ടോളൂ. ഏയ്, അതൊന്നും ഇപ്പൊ നടക്കും തോന്നുന്നില്ല. അസ്സലാമലൈക്കും. കുട്ടികളൊക്കെ എവിടെ? പറഞ്ഞ മാതിരി കമ്പ്യൂട്ടർ ആളിൽ തന്നെയല്ലേ വെച്ചത്? ആ, അതിന്റെ തിരക്കിലെ ഇപ്പൊ അവര്. ഷെമിയുടെ അടുത്തൊന്ന് കൊടുത്തേ. ഷെമി വാ, ഇപ്പൊ വിളിക്കുന്നു. ഹലോ. ആ, സന്തോഷായില്ലേ നിനക്ക്? ആ, സന്തോഷായി. നന്നായി പഠിക്കണം കേട്ടോ. ആ, പഠിക്കാം. ഇനി നിസ്കാരം മുടങ്ങാൻ കമ്പ്യൂട്ടർ ഒരു കാരണമാവരുത്. ആ, ശരിപ്പാ. എന്നാ വെക്കട്ടെ മോനെ. ഈ ചെരുപ്പുമ്മ അണിഞ്ഞുള്ള ചൂട് കണ്ടുണ്ടോ? ചെരുപ്പുമ്മലണിഞ്ഞുള്ള പുതുനാരി അണിഞ്ഞുള്ള പുതുനാരി. അതിനൊന്നും ഒരു കുറവൊന്നുമില്ല. അലൈക്കുസ്ലാം. ഈ കളറായിട്ട് നടക്കാൻ വേണ്ടി കൊറേ കാലായിക്കണല്ലോ പൊങ്ങള്. എന്തേ അനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇഞ്ച കാലും ആണിമോളയൊന്നുമില്ലേ? ഈ സമ്പ്രദായം ഈ മഹലിൽ മാത്രമേ ഉള്ളൂ. ഈ മഹലിൽ നടക്കുന്ന കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ളത് തീരുമാനിച്ചതും ഈ മഹലിൽ തന്നെ അല്ലേ? കുറ്റം പറയാൻ എല്ലാരും ഉണ്ടാവും. ഒരു മഹൽ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ പാടാ. ഏതായാലും നാളെ കമ്മിറ്റി ഉണ്ടല്ലോ. ഇൻഷാ അല്ലാ. ഈ പറഞ്ഞത് ശരിയായില്ല. ഞാൻ പറഞ്ഞ ഇവിടെ നീർച്ചൊന്നും മാണ്ടാനല്ല. ഒരു കൊല്ലത്തിൽ എത്ര നീർച്ചയാ? ഓ മറ്റേ ആദർശക്കാരനാ, അത് ഇവിടെ നടക്കൂല. നജീബിനൊന്ന് പറയാൻ സമ്മതിക്കി. ഞാനൊരു ആദർശത്തിന് കുറ്റം പറയല്ലേ ചെയ്യണേ. 50,000 60,000 ഉറുപ്പ്യ പിരിച്ച് ചോറ് വെച്ച് വിളമ്പിയപ്പോ കോര കയ്യില് ഒരു കഷ്ണം ഇറച്ചി കുറഞ്ഞീനാ ഇവിടെ ബഹളം ഉണ്ടാക്കിയേ. ഇതാണോ നീർച്ച സ്നേഹം? ചില ആൾക്കാർ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ എന്താ ചെയ്യാ? പണ്ട് നാട്ടിൻപുറങ്ങളില് നീർച്ച സജീവാകാൻ തക്ക കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ നീർച്ചക്കൊരു മഹത്വം ഉണ്ടായിരുന്നു. മാറി മാറി വന്ന സമ്പ്രദായം നമുക്ക് മാറ്റാൻ പറ്റൂല. അത് പിന്നെ ഒരു കുരുത്തക്കേടാവും. പൂർവികന്മാരെ പിന്തുടരുന്ന ഈ കാര്യത്തിൽ മാത്രമേ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിൽ എന്താ പത്ര തെറ്റ്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 4-5 ദിവസം ഇറച്ചും മീനും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീട് നമ്മളെ മഹലിലുണ്ടോ? ഇടയിൽ പാവപ്പെട്ടവരുണ്ട്, എല്ലാ വീട്ടിലും പിടിച്ചൊന്നും ഉണ്ടാവില്ല. പാവപ്പെട്ടവർക്ക് നേരത്തെ ഭക്ഷണം അല്ല വെള്ളം വേണ്ടി, അവരെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരെ ഉയർത്തിക്കൊണ്ടിരാണ് വേണ്ടി. അതാണ് സമുദായ സ്നേഹം, അല്ലാതെ സംഘടന വളർത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും അല്ല. അതിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം കൊണ്ട് ഇപ്പൊ അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പറയണമെന്ന് ഇവിടെ പലർക്കും മനസ്സിലുണ്ട്.
പേടിച്ചിട്ട് പറയാതൊക്കെയാണ്. നജീബ് പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ നേർച്ചയ്ക്ക് ടോക്കൺ കിട്ടാത്തതുകൊണ്ട് എന്റെ കുട്ടിക്ക് ചോറ് കൊടുത്തില്ലങ്ങൾ. ഈ അഡ്രസ്സ് പതിച്ച ടോക്കൺ നിലപാട് തന്നെ ഒരു കല്ലുകടില്ലേ. ഞാൻ ഈ പറയുന്നത് ഒരു അതപകേടായിട്ട് തോന്നരുത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കിഡ്നിക്ക് അസുഖം ബാധിച്ച് ആസ്പത്രിയിൽ വളരെ സീരിയസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സുബേറിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ കൊല്ലത്തെ നീർച്ച വേണ്ടി നമുക്ക് അതിന് മാറ്റിയേക്കാം. നമ്മൾ ഏത് മഹാന്റെ പേരിലാണോ നീർച്ച കച്ച ഉദ്ദേശിക്കുന്നത് ആ മഹാന്മാർ തരാൻ സാധിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഇതായിരിക്കും. കുട്ടനും കൂട്ടരും പിരിവ് തുടങ്ങിയേക്കണം. നജീബ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പ്രസിഡന്റ് എന്ന നിലക്ക് ഇപ്പൊ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല. നജീബ് പറഞ്ഞാല് ചെറിയ കാര്യമൊക്കെ ഉണ്ട്. നേർച്ച നമ്മള് നിർത്തണ്ട. ആ ഫണ്ടിന് ലേശം പൈസ എടുത്ത് മൗലൂദും കഴിച്ച് അവലും കഴിച്ച് പള്ളിക്കന്നാണ് കൊടുത്താൽ മതി. ബർക്കത്തിനാണെങ്കിൽ നെയ്ച്ചോറും പോത്തും തന്നെ വേണമെന്നില്ലല്ലോ. ഓൻ പറഞ്ഞ തമാശ ഒന്നല്ല, വാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അതൊന്നും പറഞ്ഞാ പറ്റൂല. പോത്തർച്ചി നെയ്ച്ചോറും വെച്ച് വളമ്പാതെ നീർച്ചയാവൂല. അതവിടെ നിൽക്കട്ടെ. ഇനി വേറെന്തേലും ചോദിക്കാനും പറയാനുണ്ടോ? അപ്പൊ ഇനി കമ്മിറ്റി ആൾക്കാരും പിരിയാണ്. ഇനി മുക്കരിക്ക് എന്തേലും പറയണ്ടോ? പറയണ്ട്. അള്ളാന്റെ അനുഗ്രഹം നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ചെലവിന് ഞാൻ വരുമ്പോഴേ ഇറച്ചി മീനും ഒന്ന് കുറച്ച് ഇലക്കറി ആക്കണമെന്ന് ഉസ്താദിന് താല്പര്യം. ഏത് നമ്മക്കല്ലോ ഉസ്താദില്. അല്ലെങ്കിലും വീടാന്തരം കയറണ ഈ പരിപാടി നമുക്ക് നിർത്തണം. അടുത്ത റമദാനോടുകൂടി നമുക്ക് എന്തെങ്കിലും മാർഗം കാണണം. അടുത്ത കൊല്ലം കസാരിയിൽ ഇരുന്നാലല്ല മോനെ. എന്നാ ശരി. സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ രാവിലെ വിളിച്ച ആൾക്കാരല്ലേ? ഒരു ഫോർവേഡ് ഒരു ബേക്കല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയേ? ആ അതെ, ഒരാൾക്ക് 1200 റുപ്യ വെച്ച് കൊടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ പറഞ്ഞേക്കോലെ. ആ ശരി, ഓക്കെ, എന്നാൽ ആയിക്കോട്ടെ. ഈ പന്തളി എന്ന് ബിസിനസ് ആയോ അന്ന് എന്റെ നിലവാരം പോയി. എങ്ങനെ നിലവാരം ഉണ്ടാകുക? അവരെ കൂലി കേട്ടങ്ങള്. പരിക്ക് പറ്റിയാലേ വരുമാനം മുട്ടും. പിന്നെ കളിയിൽ വലിയ ആത്മാർത്ഥ്യൊന്നും ഉണ്ടാവില്ലാന്ന്. എന്താ ചെയ്യാ, നാടോടുമ്പോ നടുവോടാ. സംസ്ഥാനത്തുള്ള എല്ലാ പ്രമുഖ ഹോട്ടലിലെ ബാത്റൂമുകളിലും ഇന്നലെ നടന്ന മിന്നൽ പരിശോധനയിൽ 2 ഹോട്ടലുകളിൽ ഒളി ക്യാമറ ഉപയോഗിച്ചിരുന്നതായി പ്രത്യേക സംഘം കണ്ടെത്തി. ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. ഹോട്ടൽ ഏതാണെന്ന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പ്രമുഖ ചാനലിലെ റിയാലിറ്റി ഷോയിൽ മാർക്കിനെ ചൊല്ലി ജഡ്ജസും മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളും തമ്മിലുണ്ടായ തർക്കം അടിപിടിയിൽ കലാശിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ ടീമിലെ 2 പേരെ പോലീസ് തൃശൂരിൽ. ചൂട്. അസ്സലാമലൈക്കും. ആ കുട്ടിയെ, നാളെ എന്നോടെ ചെലവ്. അല്ലേ ഇജ് ഇന്നും പഠിക്കുപോയിട്ടില്ല? ഒരാഴ്ച പണിയൊന്നുമില്ലാന്ന്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ കുട്ടിയൊക്കെ വയറ്റും നോക്കും. എന്താ ചെയ്യ? എന്റെ കുട്ടിക്ക് വയറ്റുന്ന് പോയിട്ട് എന്റെ കുട്ടിക്കാണെങ്കിൽ വയറ്റുന്ന് പോകാണ്ട്. അല്ല ഇജ് ആശുപത്രിയിലൊന്നും പോയില്ലേ? എവിടെയും പോണ്ട, തിന്നാൻ കൊടുത്താലേ വയറ്റുന്ന് പോകുള്ളൂ. അതിന് നയിച്ചാൻ പോണേ. ആ എന്നാ ഞാൻ പോവാണ്. കുട്ടിയെ, നാളെയാണ് ചെലവ്. ഇറച്ചി മീനൊക്കെ ഒഴിവാക്കുക, ഇലക്കറി മറക്കണ്ട. ഏത്? ആ അസ്സലാമലൈക്കും. അലവിയെ, അനക്കൊരു മൂല്യാനായിക്കൂടായിരുന്നു. നാസറിന്റെ പണിയൊക്കെ അല്ലേ? സുഖാണേ. അതിപ്പോ ഈ നാട്ടിൽ ഒരുപാട് പ്രമാണിമാരുണ്ട് ഉപ്പ് തേക്കാത്തോല്. ഇവിടെ വരുന്ന എന്റെ കൈകൊണ്ട് നാസറിന്റെ വക ഒരു ചായ പൈസ. അത് ഇന്നെ പോലത്തോർക്ക് വലിയ കാര്യാണേ. നല്ല മനസ്സാവോന്. ഓൻ രക്ഷപ്പെടും. ഓന്റെ മാരി സ്നേഹല്ലോന് വേറെ ആരാ ഈ നാട്ടില്? ചക്കാത്ത് കൊടുക്കാൻ 25 രാവ് വരെ കാത്തിരിക്കണോനല്ലോ. ഓൻ ബുദ്ധില്ലോനാ. ആ എന്നാ ഞാൻ പോവാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ നായിന്റെ മോള് ഫോൺ എടുക്കണില്ലല്ലോ. അടുത്ത ബുധനാഴ്ചയാണ് 40. എല്ലാരും പണ്ടെടുക്കും. വിളിച്ച് ഞാൻ നാസറിനോട് വിവരം പറഞ്ഞതാ. കിട്ടണ പൈസ കോളെന്താ കാട്ടുന്നു? ഓക്കൊരു സാമർത്ഥ്യവും ഇല്ല. ആ സൈനാനെ കണ്ടില്ലേ? പോയിട്ട് 2 കൊല്ലായിട്ടുള്ളൂ. എന്താ ഓളെ കായി? പുര കയറ്റിന്നല്ലാതെ പുറന്ന് തേച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു പണി നടക്കൂല. ഞാൻ ആരോടെങ്കിലും വല്ല തിരുമതി നടക്കും നോക്കട്ടെ. ആ അതെ, സഫിയാന്റെ വാപ്പയാണ്. എത്തിങ്ങാനിന്നാ ഓക്കൊരാഴ്ച ലീവാണല്ലോ. നിങ്ങളൊരാഴ്ചത്തെ ലീവിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ? നിങ്ങളെങ്ങോട്ടും പോണ്ട. ഞാനങ്ങോട്ടും പോകുന്നില്ല. ഓക്കും കൂടി ഒരു പാസ്പോർട്ട് എടുക്കണം. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നോക്കി. ആ ഞാനിപ്പോ വരാം. വല്ല ഇറച്ചി മീനെ നീ കിട്ടോ നോക്കട്ടെ.
മേഡ് ഇൻ കുന്നംകുളം, കാസർഗോഡ് ജില്ല. Really? കുന്നംകുളം, യു നോ കുന്നംകുളം? No. I gave $20. You are right? ഞാൻ ശരിയായി തരാം. This is I like this. 8,250. Yeah. You want dollar? Dollar? No friend. How about this one? $2,300. No. This is very high quality. Very rocks. 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കയറിക്കോളും. Cost very too cost, huh? Little? Low rate? This is little. Small? Okay, very cheap. Okay. 1 minute. Yeah. ഹലോ, ഞാൻ 2 ഇറാനികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം സൈസാക്കി ഞാൻ വരാം. ഓക്കെ. ഇതാണ് ആലിയ ഗൾഫ്. ഇനി നാട്ടിക്ക് പോണ വരെ ഈ മുറിയും ഈ കട്ടിലും. അല്ലെ മാനു സുരേഷൊക്കെ എപ്പോഴാ വരിക? ഒരു 11 മണി 12 മണി കഴിഞ്ഞിട്ടൊക്കെ ഓരത്തുള്ളൂ. അല്ല നിനക്കെന്താ പണി? ഞാൻ എല്ലാ പണിയെടുക്കും. എന്താന്ന് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, എന്ത് പണിയെടുക്കും. അതെ, അപ്പൊ ഈ ചെലവിനൊക്കെ നാട്ടുകാരെ മാക്സിമം ഉറപ്പിക്കുന്നുണ്ട്. അധികം താമസിയാതെ ഇജു അനുഭവിച്ചോളും. ആരോ വന്ന് ഞാൻ നോക്കട്ടെ. ആലേ, നവാസ് വന്ന്. നവാസോ? ഹലോ, ഇതാരാ അലിയോ? എന്തൊക്കെയുണ്ട് വർത്താനം? നല്ല വർത്താനം. ഹലോ, അലി എത്തി. ഇല്ലടാ, ഞാൻ മറന്നുപോയി. നീ വരുമ്പോ വാങ്ങിച്ചോളൂ. ഓക്കെ. ഈ ഇപ്പൊ വിസിറ്റിങ്ങിന് വന്നല്ലേ, കൊറേ നടക്കാൻ പഠിക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്ലാം. അലിയെത്തിയാണ്. കാലിലെന്തോ നീരുണ്ടെന്ന് പറഞ്ഞു. അതിന് വെച്ചോണ്ടിരിക്കണ്ട, വേഗം വൈദ്യുതി പോയി കാണണം. അവളെവിടെ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. വലൈക്കും സ്ലാം. മാനോ, എന്തിനാ ഈ ഉമ്മാക്കിങ്ങനെ വിളിക്കണേ? ഞാൻ എന്റെ പെണ്ണിനെ വിളിച്ചിട്ട് 2 ആഴ്ചയായി. വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത പവിത്രമായ സ്നേഹമാണ് ഉമ്മ. ഞാൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടക്കുമ്പോ എന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എന്റെ ഉമ്മക്കല്ലാണ്ട് മറ്റാർക്കാ കഴിയാ? അതും ഇതും പറഞ്ഞ് നീ വെറുതെ സങ്കടപ്പെടണ്ട. മറ്റേത് ബന്ധങ്ങളിലാവട്ടെ സ്വാർത്ഥത കയറിക്കൂടും. എന്നാൽ ഉമ്മാന്റെ സ്നേഹത്തിൽ അതില്ല. അതാണ് എന്റെ അനുഭവം. അല്ല, നിന്റെ ഉമ്മാന്റെ പാസ്പോർട്ട് എന്തായി? അത് കിട്ടിയല്ലോ. ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ. ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പായി ഉമ്മാനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം. എന്റെ ഉപ്പാക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ അർബാബ്. കൈഫ ഹലക്? طيب اوكي ساكم بكره اوكي ما في مشكله ان شاء الله طيب اوكي مع السلامه. നാളെ 10 മണിക്ക് നിന്നെയും കൊണ്ട് അവിടെ ചെല്ലാനാ അയാള് പറഞ്ഞു. നല്ല അറബാബ നിനക്ക് കിട്ടിയത്. നല്ല നിലയ്ക്ക് നിന്നാ നിനക്ക് ഗുണമുണ്ടാവും. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്തായാലും നിന്നെ പോലെയല്ല ആലി. നീ നിസ്കരിച്ചോ? നിസ്കരിക്കണല്ലോ, നിസ്കരിക്കുമല്ലോ. ഫൗസിയ, ഈ തിരക്കിനിടയിലും എനിക്ക് കൃത്യമായി ഭക്ഷണം എത്തിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറില്ലേ? ഫൗസിയ, നമ്മൾ സ്വയം മറക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മളറിയാതെ പലതും മറക്കും നാസർക്ക. ഫൗസിയ, സ്നേഹിക്കാനും ഇടപഴകാനും നിങ്ങളെപ്പോലെ ഒരു നല്ല ആളെ കിട്ടുന്നത് മനസ്സിനൊരു സുഖ. നീ പറഞ്ഞു തരുന്നത്? എനിക്ക് നിങ്ങളെ ഇഷ്ടം.
ഇടപഴകാനും നിങ്ങളെപ്പോലെ ഒരു നല്ല ആളെ കിട്ടുന്നത് മനസ്സിനൊരു സുഖം. എനിക്ക് നിങ്ങളെ ഇഷ്ടം, 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 എനിക്ക് നിങ്ങളെ ഇഷ്ടം. ഹലോ, എന്താ ഈ നേരത്ത്? അല്ല, ഒന്നുമില്ല. ഇന്നലെ നേട്ട് ഫോണൊന്നും കാണാനില്ല. ഏയ് ഒന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്ത് സുഖല്ലേ? എന്താ സൗണ്ട് ഒരുമാതിരി ഇരിക്കണേ? ഏയ് ഒന്നുമില്ല, വേറൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല അലി, ഇപ്പൊ നാട്ടില് ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണല്ലേ? സീസണൊക്കെ തന്നെ, പക്ഷെ ഊതിമാറി തിന്നണമെന്നുണ്ടെങ്കിൽ സ്വന്തം പറമ്പിൽ വേണം. പടച്ചോനിപ്പോ നാട്ടിൽ ചക്കയും കിട്ടാതായോ? മൈസൂർ കുട്ടിക്കൊക്കെ കയറ്റി വെക്കണോണ്ടേ ഇപ്പൊ ചക്കക്കൊക്കെ വലിയ ഡിമാൻഡാ. ചക്കക്കുരു വറുത്ത് തിന്ന കാലം മറന്നു. ഹലോ, ആരാ? വാലേക്കും സലാം. ആ പറയ്. എടാ, മരിച്ച പ്രദീപിന്റെ അമ്മക്ക് തീരെ സുഖമില്ലടാ. തന്നെ? നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. ഇൻഷാ അല്ലാ. മനു ബുദ്ധിമുട്ടാവോ? പിരിവ് ഒരുപാടുണ്ട്. മനു ഇടക്കിടക്കുള്ള വിളി ശല്യാവുന്നുണ്ടാ? ഒന്നും നോക്കണ്ട, എന്നാ കഴിയണമാതിരി നോക്കടാ. നമുക്ക് എന്തേലൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാ. കുട്ടികൾക്ക് സുഖല്ലേ? ഓ, എല്ലാവർക്കും സുഖാണ്. എന്നാ വിളിക്കട്ടാ. ആ ശരി മനു. ആരാ മനു? നാട്ടിൽ പിരിവാരായിരിക്കും. പിരിവന്നെ. നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, പന്തളി ഗാനമേള നടക്കണം. നാട്ടിൽ വലിയ ആളാവാൻ വേണ്ടി. ശരി, ഇപ്പൊ വിളിച്ചതാരാ? കഴിഞ്ഞ വർഷം കാശ്മീരിൽ വെച്ച് വെടിയേറ്റ് മരിച്ച മിലിറ്ററിക്കാരൻ പ്രദീപ് ഇല്ലേ? അതെ. അവന്റെ അമ്മ ക്യാൻസറായി സുഖമില്ലാണ്ട് കിടക്കാണല്ലോ. അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ടാ. അവൻ മരിച്ചപ്പോ ഗവൺമെന്റിന് ഒരുപാട് കാശ് കിട്ടിയല്ലേ, കൂടാതെ പെൻഷനും കിട്ടും. അതവന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പേരിലാണല്ലോ എന്ന് കരുതി. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞ് അവള് വാടകയ്ക്കാണല്ലോ താമസം. ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് കല്യാണം കഴിയാത്തൊരു പെങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ അവന്റെ വീട്ടില്. എന്തായാലും പിരിവാർക്ക് ആളാൻ പറ്റിയ ചാൻസാ. നീ കുറെ നേരമായാലോ ആളാവണെന്ന് പറയണ്. നാട്ടിലിതിനൊക്കെ വേണ്ടിട്ട് ഒരാള് വേണം. നിന്റെ പക്വത കുറവുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്. അല്ല, ഞങ്ങൾ ചൂടാൻ വേണ്ടി പറഞ്ഞല്ല. 4 ആള് കൂടി വിളിക്കുമ്പോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. മാത്രല്ല, നമ്മുടെ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്തൊരു ജവാന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ. സുരേഷേ, നീ നാസറിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് വിളിക്ക്. നമുക്കെന്താ കിട്ടുന്ന വെച്ചാൽ കൊടുത്തുവിടാം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും നാളെ ആവട്ടെ. ഫൗസിയ, ഈ അസമയത്തൊന്നും റൂമിൽ വരരുത്. അർബാബ് കണ്ടാലോ? ഇത് നമ്മുടെ നാടൊന്നുമല്ല. അവരെല്ലാം ഭക്ഷണം കഴിഞ്ഞ് താഴെ പോയി. ഇനി അവര് വരില്ല. അതുകൊണ്ടെന്താ? ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഫൗസിയ, എനിക്കൊരു കുടുംബമുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയായ മക്കളുണ്ട്. നീ പൊയ്ക്കോ, എനിക്ക് പേടിയാകുന്നു. അതൊക്കെ എനിക്കറിയാം. നാട്ടിൽ നിങ്ങൾക്കുള്ള നിലയും വിലയൊക്കെ. പിന്നെ ആരും അറിയാതെ എന്നെ നിങ്ങക്ക് സ്നേഹിച്ചൂടെ? സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ഒരു സമീപനം, അതെനിക്ക് തന്നൂടെ? നാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് നിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ടല്ലോ. അതിലുണ്ടായതാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ? ആരും അറിയില്ല നാസർക്ക. അല്ലാക്കറിയില്ലേ? നോക്കി, എന്റെ ഉമ്മ മരിച്ചു 3 മാസം കഴിയുന്നതിന് മുമ്പ് എന്റെ വാപ്പ വരെ കല്യാണം കഴിച്ചു. ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലായപ്പോഴാ എന്നെ അനിയത്തിയെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് കരുതി ഞാനിവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോ എന്റെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ പെരുമാറ്റം. അതിനെന്തിനാ നീ കരയുന്നത്? ഞാൻ അറിയാതെ നിങ്ങളെ സ്നേഹിച്ചു പോയി. അധ്വാനിച്ച സ്ത്രീധനം കൊടുക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയാലും ഗൾഫിൽ ജോലി ചെയ്യുന്ന എന്നെയൊക്കെ 2ാം തരക്കാരിയല്ലേ കാണുള്ളൂ. അതുകൊണ്ട് ഇഷ്ടാണെന്നും സ്നേഹിക്കുന്നെന്നും ഒരു വാക്ക് പറഞ്ഞൂടെ? ഞാനൊരു പെണ്ണല്ലേ ഫൗസിയ.
ഹലോ. വലൈക്കും അസ്സലാം. ഇല്ല, ഒന്നുമില്ല. എന്താ ഇത്ര നേരത്തെ? അല്ല ഒന്നുമില്ല, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തോ ഒരു അസ്വസ്ഥത. നിങ്ങൾ ഇനി എണീറ്റില്ലേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മദ്രസ ഒന്നുമില്ല. ഓ അത് ശരി. ഞാൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ചാലോ എന്ന് കരുതി. നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കാവെന്ന് കരുതിയിട്ടാ. എന്നാ ശരി, നിങ്ങൾ വെച്ചോളൂ. ഹലോ. ആ അതെ അതെ. ഇപ്പോ നിങ്ങൾ പണിയില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളൊരു പണി പറയും. നിങ്ങളിപ്പോ എന്നെ കാത്തിക്കണേ? അല്ല കുട്ടിയാക്ക, ഈ മൈസൂരിലെ മന്ത്രവാദത്തിന്റെ ചാർജ് ചീറ്റി കൊടുക്കണ്ട് പറഞ്ഞിട്ട് നേരാണ്? എന്താ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാം. അല്ല അങ്ങനെ പറയണൊക്കെ. എന്താ എനിക്ക് അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? അങ്ങനത്തെ നല്ല പൈസ. നേരാ, കുന്നുമ്മല ജാഫർ ഇപ്പൊ തങ്ങളല്ലേ, ജാഫർ തങ്ങള്. ശരിയാ. ഓനൊന്ന് രാജ്യം വിട്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ജാഫർ തങ്ങളായി. നല്ല തങ്ങന്മാരെ പറയിപ്പിച്ചാം, ഓരോരുത്തരുണ്ട് ഇറങ്ങി പുറപ്പെടും. അസ്സലാമലൈക്കും. സലാം. അല്ല നിങ്ങൾ ഉസ്താവ് നല്ല അർജന്റ് ആയിട്ട് ഓട്ടോറിക്ഷ പോണുണ്ടോ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. കഴിഞ്ഞ കമ്മിറ്റിയില് ഇറച്ചി മീനും ഒന്ന് കുറച്ച് ഇലക്കറിയാക്കിക്കൊള്ളോണ്ടെന്ന് ഉസ്താദിന്റെ അഭിപ്രായം നമ്മളൊന്ന് പറഞ്ഞു പോയി. അതിനാലപ്പോ നമ്മൾ ഒടുങ്ങി. അതുകൊണ്ട് ഇപ്പൊ എന്താന്നോ, ഉസ്താദിന് ഒരാഴ്ചയായിട്ടേ ചാണക പറ്റുന്നുള്ളു. മൂപ്പരെ രാസത്തിലേക്കൊന്ന് പോയതാ. തെറ്റ് പോലീസുകാർക്ക് മാത്രല്ല, ഏത് ഉസ്താദിനും പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലായി. നമ്മുടെ കുട്ടികളുടെ കണ്ണുകള് ഓനിന്ന് വൈക്ക് വന്നിട്ടില്ലല്ലോ. അല്ലോട്ടിയേ, ഇജ്ജ് പള്ളിപ്പടിക്കാ നിക്ക്, നമ്മളും ഉണ്ട്. അസ്സലാമലൈക്കും. ഇജ്ജ് ഞാൻ പള്ളിക്കൊക്കെ ഒന്ന് ആക്കി തന്നാ അങ്ങനെയാണ് ആ പള്ളി കാണാലോ. ഇങ്ങനെ കയറാ. പള്ളിക്കാട്ടിക്കല്ലേ പള്ളിക്കൊക്കെ പറഞ്ഞത്. കാത്തോളി ഒരാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരും വിളിച്ചാൽ കിട്ടൂല. എത്ര നേരമായി നമ്മളെ കാത്തേക്കണ്. ഹലോ, വണ്ടി എത്തിയിട്ടില്ല, ഞങ്ങൾ ഇപ്പൊ വരാം. ചേട്ടാ, നിങ്ങളെ നമ്പർ അറിയാണ്ട് ഞാൻ കുടുങ്ങി. എന്തേ പ്രശ്നം? നവാസിന്റെ ലോറി ഇടവണ്ണപ്പാറ വെച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ കിടിച്ചു. കുട്ടികൾക്ക് എന്തെങ്കിലും? നവാസ് വിളിച്ചപ്പോഴേ ഞാൻ അറിയുന്നത്. നടന്നിട്ട് അരമണിക്കൂറായെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നജീബ് ഒരു കാര്യം ചെയ്യും, നീ അവർ വന്നല്ലേ, അവരും ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പോയോട്ടെ, ഞാനൊക്കെ വിളിക്കാം. സാറേ വേഗം വിടും. നവാസിന്റെ കാര്യത്തിൽ അത്ര റിസ്ക് എടുക്കണോ? പണ്ടൊരാള് പറഞ്ഞ മാതിരി എന്റെ കാര്യം എടുക്കാൻ. നവാസേ, നീ ഇങ്ങനെ ബേജാറാവണ്ട. കുട്ടനും കൂട്ടരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. എന്താ പ്രശ്നം? നീ അറിഞ്ഞില്ലേ നവാസിന്റെ വണ്ടി നാട്ടിൽ ആക്സിഡന്റ് ആയത്? വരാളില് വൈമ തങ്ങൂലല്ലോ. പറൂട്ടാ. ഇൻഷുറൻസ് അടച്ചില്ലല്ലേ? ഇല്ല. അത് വലിയ പ്രശ്നമാവല്ലോ. ഞാൻ ശേഷമല്ല തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡ്രൈവർമാരെ വിളിച്ച് ചോദിക്കണ്ടേ? ഇൻഷുറൻസ് കഴിഞ്ഞു പറഞ്ഞു. സീരിയസ് ആയിരുന്നു, ആ കുട്ടി മരിച്ചു പോ. തന്നെ ശരി, ഹോസ്പിറ്റലിൽ വിവരറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി കുട്ടാ, പ്ലീസ് നീ വേണ്ട പോലെ ചെയ്യ. ഓട്ടോ ഡ്രൈവറും ഒരു കുട്ടിയും മരിച്ചെന്ന് മാനുക്ക, ഞാൻ എന്താ ചെയ്യണ്ടേ? ഹലാലല്ലാത്ത പൈസ കയ്യിൽ വരുമ്പോ ഇതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് കരുതി മനുഷ്യൻ വല്ലാണ്ട് അഹങ്കരിക്കും. അള്ളാന്റെ പരീക്ഷണം എങ്ങനെയാന്ന് ആർക്കറിയാ? നിങ്ങൾ പോയ കാര്യം എന്തായി? ആ പണിക്ക് വേറെ ആളായി. ഈ ദുബായിൽ ഞാൻ മുന്നേ വന്നിട്ടില്ലെങ്കിലും ദുബായിനെ പറ്റി നല്ല കേട്ടറിവാ.
എന്ത് പണിയെടുക്കാൻ ഞാൻ ഇപ്പൊ തയ്യാറാ. അതെ, എന്ത് പണിയെടുക്കുന്നു വരുന്നവർക്ക് ഇവിടെ ഒരു പണിയും കിട്ടൂല. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്നെ എത്രയും വഷളാക്കിയത് ഞങ്ങളാ. കിടക്കാനൊരിടും, നേരത്തിന് ഭക്ഷണം. നീ വിഷമിക്കാൻ വേണ്ടി പറയല്ല, ഇതെല്ലാം നിന്റെ കുട്ടികളോർത്തിട്ടാ. അതുകൊണ്ടൊരു കാര്യം പറയാം, ഒരു ജോലി സമ്പാദിക്കാതെ നീ ഇങ്ങോട്ട് വരരുത്. ഇത്രയും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്റെ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഹലാലും ഹറാമും നോക്കാതെ ഞാൻ തുടക്കത്തിലെ ഞാൻ പറഞ്ഞതാ, കാശ് ഒരുപാട് കിട്ടുന്നുണ്ടെന്ന് കരുതി കൂപ്പി വാച്ചിന്റെ പുറകെ പോണ്ടെന്ന്. എന്റെ സമ്പാദ്യം മുഴുവൻ എന്റെ അടുത്ത് പോലെ സമ്പാദ്യം ഉണ്ടോ? അത് കരുതി നീ പല പ്രാവശ്യം പറഞ്ഞതാ ഈ വക പരിപാടിയൊന്നും വേണ്ടെന്ന്. ഉപദേശിച്ചാലൊന്നും മനുഷ്യ നന്നാവില്ല. അങ്ങനെ നന്നാവുകയാണെങ്കിലേ മൈക്ക് സെറ്ററും ഗഫാർ നന്നാവണം. എന്നിട്ടെന്താ, നീ നന്നായോ? ഞാൻ ഏതായാലും നായിന്റെ വാലോലായി. ഏതായാലും ഞാൻ നാട്ടിലൊന്ന് പോയിട്ട് വരാം. എത്ര മാസത്തെ ലീവിനാ? എന്തിനാ? അല്ല, കട്ടിൽമ കയറി കിടന്ന കാലം മറന്നു. കുട്ടികളെ കെട്ടിക്കാരായ കമ്മിറ്റിക്കാര് നോയിക്കോളെന്ന് പറയാൻ നിനക്ക് മാനം ഒന്നുമില്ലേ? നിങ്ങളൊക്കെ നാസറിനെ കണ്ടു പഠിക്ക്. അത്യാവശ്യം പഠിച്ചവനവൻ. എന്നിട്ട് ഈ നാട്ടിൽ വന്ന് ഡ്രൈവർ പണി എടുക്കുന്നത്. നാട്ടിൽ അത്യാവശ്യം നിലയും വിലയുള്ള. അതിനാദ്യം ക്ഷമ വേണം. നാസറിനെ ഞാൻ കണ്ടിരുന്നു. അവൻ നാട്ടു പോകാൻ ഒരുക്കത്തിലാണ്. പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ടാങ്ക് കൊടുത്തേക്കേനി. ഇനി നിനക്കൊരു പണിയുണ്ട്. ഇവിടെ എവിടേക്കാണ് മലയാളികളെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നീ ഒരു കത്തിയും ബ്ലേഡ് എടുത്ത് ഇറങ്ങിക്കോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ റൂമിക്ക് ഞാൻ വരാനല്ല. നിനക്കിനി എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം തരില്ല. വേണ്ട. അറിവിലെ ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവല്ലേ? ഉപദേശം ആത്മാർത്ഥമായി വിലയിരുത്തി സ്വീകരിക്കുന്നതിന് ഉപദേശം പോലൊരു സമ്മാനം വേറെയില്ല. ഇവിടെ ചീട്ടിളിച്ചും ചാരായം വാറ്റിയും നാട്ടിൽ പണം സമ്പാദിക്കുന്നവരുണ്ട്. വിശ്വാസം ഉറച്ചതാകുമ്പോഴേ ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അള്ളാന്റെ പരീക്ഷണം എങ്ങനെയാന്ന് ആർക്കറിയാം. വാ, നമുക്ക് റൂമിൽ പോവാം. ബാപ്പു തെറ്റിപ്പോയതാണല്ലോ അല്ലേ? അവനെവിടെ പോവാനാ, റൂമിൽ തന്നെ കാണും. നവാസെ, എന്റെ ഉപദേശം കുറച്ച് ഓവറായോ? ബാപ്പുന് വിഷമായോന്നറിയില്ല. ദേഷ്യം വരുമ്പോ ഞാൻ എന്തേലൊക്കെ കണ്ട് പറയും, പിന്നെ വലിയ വിഷമ. ഏയ്, അതൊന്നും വലിയ കാര്യാക്കണ്ട. നീ ശ്രദ്ധിച്ചോ, അവന് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. ശമ്പളം കിട്ടട്ടെ, ഒരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. ഹലോ, ആ നാസർക്ക, നമുക്ക് നാളെ വൈകിട്ട് കാണാം. വേണ്ടോ, ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് നോക്ക്. വായടച്ച് പിടിക്ക്. ഇനി ചെയ്യ്. അടുത്തുകൂടി അടുത്തുകൂടി അതിലെ കന്യ